ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ, ഇന്നാത്മമാരിക്കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ തേജസ്സിന്നു ഇവിടെ, ദൈവത്തിൻ്റെ തേജസ്സിന്നു ഇവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും, പാപത്തിൻ്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാൽ ഇന്നു നടത്തേണമേ, ആത്മശക്തിയാൽ ഇന്ന് നടത്തേണമേ. കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുപോലൊരുക്കേണമേ, ഇന്നു മെഴുകുപോലൊരുക്കേണമേ. A little boy injured his finger while playing. ഒരു കൊച്ചുകുട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ വിരലുകൾക്ക് മുറിവേറ്റു. He came running to his father crying. അങ്ങനെ നിലവിളിയോട് അവൻ്റെ അപ്പൻ്റെ അടുക്കൽ അവൻ ഓടി വന്ന് കരഞ്ഞു. His father was busy in his computer, never minding the cry of the boy. കരഞ്ഞ് നിലവിളിച്ച് അടുത്ത് നിൽക്കുന്ന കുട്ടിയെ ഒട്ടും ശ്രദ്ധിക്കാതെ പിതാവ് തൻ്റെ കമ്പ്യൂട്ടറിൽ മുഴുകിയിരുന്നു. The boy cried again, "Papa, look, my finger is hurting." ആ പയ്യൻ വീണ്ടും നിലവിളിച്ച് കരഞ്ഞ്, "പപ്പാ, എൻ്റെ വിരലുകൾ വേദനിക്കുന്നു." The father casually looked up and said, വളരെ സാധാരണഗതിയിൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ്, "I am busy, my child." എൻ്റെ കുഞ്ഞ്, എനിക്ക് അല്പം തിരക്കുണ്ട്. "Stand aloof." കുട്ടി അല്പം മാറി നിൽക്ക്. "I can't do anything." എനിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യുവാൻ നിർവാഹമില്ല. The boy whimpered and said, ആ കുട്ടി ആവലാതിയോട് കരഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, "Papa, you could have at least said, 'Oh,' to show that you care." പപ്പാ, താങ്കൾക്ക് ഓ അങ്ങനെയാണോ എന്ന് അനുതാപ ഹൃദയത്തോട് ഒരു വാക്കെങ്കിലും എൻ്റെ മുഖം നോക്കി പറയാമായിരുന്നു. Yes, dear brothers and sisters, sometimes we can say, "Oh, is it so?" to show sympathy to the people who are hurt. പ്രിയമുള്ളവരെ, വേദനയിലായിരിക്കുന്ന ആളുകളോട് ഓ അങ്ങനെയാണോ എന്നുള്ള അനുതാപഹൃദയത്തോടുള്ള ഒരു വാക്ക് നമുക്ക് അവരോട് പറയുവാൻ കഴിയും. Ephesians 2:4 says, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-4 വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, "It is God's grace which came down in the form of Jesus Christ." പിതാവാം ദൈവത്തിൻ്റെ കാരുണ്യ സ്വഭാവമാണ് യേശുക്രിസ്തു എന്നുള്ള മനുഷ്യരൂപിൽ ഭൂമിയിൽ ഇറങ്ങി വന്നത്. Luke 4:22 says, ലൂക്കോസ് സുവിശേഷം 4:22 ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, Jesus spoke only gracious words. യേശു എപ്പോഴും ലാവണ്യ വാക്കുകളാണ് സംസാരിച്ചത്. A widow came crying to bury her only son. ഒരു വിധവ തൻ്റെ ഏകജാതന് മരിച്ച മകനെ കുഴിച്ചിടുവാൻ കണ്ണുനീരോട്
വരികയായിരുന്നു. Jesus saw her plight and comforted her, saying, യേശു കർത്താവ് അവളുടെ അവസ്ഥയെ കണ്ട് അവളെ ആശ്വസിപ്പിക്കുവാൻ ഇപ്രകാരം പറഞ്ഞ്, Women, weep not. സ്ത്രീയെ കരയേണ്ട. Matthew 14 verse 14 says, മത്തായി സുവിശേഷം 14 ഇങ്ങനെ നമ്മ പഠിപ്പിക്കുന്നു. when Jesus first saw the multitude, യേശു ജനപ്രവാഹത്തെ കണ്ടപ്പോൾ he was first moved with compassion, ആദ്യം അവൻ അവരോട് മനസ്സലിഞ്ഞ് and then he healed them. പിന്നെ അവൻ സൗഖ്യമാക്കി. Proverbs 15 verse 23 says, സതിസവാക്യം 15:23 നമ്മ പഠിപ്പിക്കുന്നു. a word spoken in due season, how good it is. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം. God bless you. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.